അപ്പോൾ ഡ്രൈവിംഗ് ദ ടിഗ്വാൻ മുന്നത്തെ പോലെ കംഫർട്ട് ലൈൻ അല്ലെങ്കിൽ അങ്ങനെ കുറേ അധികം വേരിയൻസ് ഒന്നുമില്ല. കംഫർട്ട് ലൈൻ, ഹൈ ലൈൻ അങ്ങനെയൊന്നുമില്ല. എലഗൻസ് എന്ന് പറഞ്ഞൊരു വേരിയൻ്റേ ഉള്ളൂ. ഇത് ഓൾ വീൽ ഡ്രൈവ് ആണ്, ഒറ്റ മോഡലേ ഉള്ളൂ. ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഏകദേശം 3199 എക്സ്ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ DSG 7 സ്പീഡ് DSG 2 ലിറ്റർ TSI, അതായത് 190 PS 320 Nm, ഇതൊരു വല്ലാത്ത കോമ്പിനേഷനാണ്. ആ ഒരു കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ ചുമ്മാ ഒന്ന് കാല് കൊടുക്കുകയാണ്. ഇപ്പോൾ S4 പോകുന്നത്. ഞാൻ വെറുതെ ഒന്ന് കാല് കൊടുക്കാം. ഒരു തുള്ളിക്കയറി പാഞ്ഞു പോകുന്നുണ്ടല്ലേ. ഇതിൻ്റെ ഡ്രൈവബിലിറ്റിയെ കുറിച്ച് പറയാനുള്ളത് ഇതാണ്. അതായത് ഓടിക്കാനായിട്ട് ഫൺ ഫാക്ടർ ഏറ്റവും കൂടുതലുള്ള വണ്ടികളിലൊന്നെന്ന് ഈ ഒരു കാറ്റഗറിയിൽ ഈ ഒരു വണ്ടിയെ പറയാം. ഞാൻ നേരത്തെ ആ ഒരു സറൗണ്ടിങ് കാണിച്ചപ്പോൾ അല്ലെങ്കിൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കാണിച്ചപ്പോൾ പറഞ്ഞു ഫോർച്യൂണറിൻ്റെ പോലെ അല്ലെങ്കിൽ ആ ഒരു സൈസുള്ള വണ്ടികളെ പോലെ ഒരു റോഡ് പ്രസൻസ്, ഈവൻ സിറ്റോൺ C5 എയർക്രോസിനടക്കം ഇതിനേക്കാൾ ഒരു റോഡ് പ്രസൻസ് ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ ആ റോഡ് പ്രസൻസിൻ്റെ കാര്യം മാത്രമാണ് ഇതിലൊരു കുറവായിട്ട് പറയുള്ളൂ. അതായത് ഓടിക്കാനാണ് വണ്ടി നോക്കുന്നതെങ്കിൽ, ഒരു സട്ടിലായിട്ടുള്ള SUV ആണ് നോക്കുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതൊരു മികച്ച ഒരു ഓപ്ഷനാണ് ഈ ഒരു ടിഗ്വാൻ. അപ്പോൾ എനിക്ക് ഒന്നുകൂടി കാല് കൊടുക്കണമെന്നുണ്ട്. കാല് കൊടുക്കുന്നതിൻ്റെ മുന്നേ ഞാനൊന്ന് ആ ഒരു സസ്പെൻഷൻ കാര്യം കൂടി പറയാം. അതായത് നല്ല സസ്പെൻഷനാണെന്ന് പറയാനുള്ള കാര്യം, ഇപ്പോൾ നമ്മൾ ടിഗ്വാൻ ഓൾ സ്പേസ് ഓടിച്ച സമയത്ത് ആ ഒരു സസ്പെൻഷൻ്റെ കാര്യം പറഞ്ഞിട്ട് കുറച്ചൊരിത്തിരി സൗണ്ട് തഡ് കൂടുതലാണ് നമ്മൾ ആ ഒരു പാലത്തിലൊക്കെ കയറുമ്പോൾ പാലത്തിൻ്റെ ജോയിൻറ്റുകളിലൊക്കെ. പക്ഷേ ഇത് ഇത്തിരി കൂടി ഒരു സോർട്ടഡാണ്, നല്ല പ്ലാൻഡഡ് ആയിട്ടുള്ളൊരു ഫീലാണ് ഈ വണ്ടി തരുന്നത്. അപ്പോൾ ഞാനൊന്ന് കാല് കൊടുത്തുകൊണ്ട് സംസാരിക്കാം. ഈ DSG 7 സ്പീഡ് DSG എന്ന് പറയുന്നത് ലൈറ്റ്നിങ് ക്യുക്കാണ്. അപ്പോൾ DSGയുടെ ഒരു കാര്യം തന്നെ ആ ഒരു ക്യുക്ക് സ്വഭാവം തന്നെയാണ്. പിന്നെ ഈ ഒരു വണ്ടിയുടെ റെഡ് ലൈൻ എന്ന് പറയുന്നത് 6000 മാർക്ക് ചെയ്യുന്നത്. ആ 6000 എത്താനായിട്ട് ഒരു ഇത്തിരി സമയം പോലും എടുക്കുന്നില്ല. ചുമ്മാ അങ്ങ് കാല് കൊടുക്കുമ്പോൾ തന്നെ ആ ഒരു സ്പീഡിലേക്ക് ഞാൻ കയറി പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 2 ലിറ്റർ TSI എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല റവ് ഫ്രണ്ട്ലിയാണ്. ഇപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ, അതായത് കാല് കൊടുത്ത് ഓടിക്കുമ്പോൾ സ്പീഡാവുന്നത് അറിയുന്നില്ല എന്നുള്ളത് പറയാം. അതായത് ഒരു മാസ്ക് ഉണ്ട് സ്പീഡ്. ഇപ്പോൾ നമ്മൾ ഓടിക്കുന്നത് ഒരു ഹൈ സ്പീഡിലാണെന്നുള്ള മീറ്റർ നോക്കിയാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഇപ്പോൾ ഈ ഒരു ഗിയറിൽ ഒരു ടോഗിൾ ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു ഡ്രൈവ് സ്പോട്ട് ആ ഒരു സെലക്ഷൻ മാറ്റുക. അങ്ങനെ മാറ്റി കഴിയുമ്പോൾ നമുക്ക് ഒന്നുകൂടി ഒരു കൺട്രോൾ കിട്ടും. ആ ഒരു കൺട്രോളിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ കുന്തളിപ്പ് കാണിക്കാൻ പറ്റും. പിന്നെ പാഡ് ഷിഫ്റ്റേഴ്സിലുണ്ട് ഡൗൺ ഷിഫ്റ്റൊക്കെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം. അപ്പോൾ പാഡ് ഷിഫ്റ്റ് ഉപയോഗിച്ച് കഴിയുമ്പോൾ M എന്നുള്ള ആ ഒരു ഇൻഡിക്കേഷൻ വരും. അത് മാനുവൽ മോഡായി മാറി എന്നുള്ളതാണ്. ഞാൻ M3 മാറ്റി M2 ഒക്കെ ഒന്ന് കാല് കൊടുക്കുകയാണ്. ആ സൗണ്ട് കേട്ടോ, ആ എഞ്ചിൻ്റെ നോടെന്ന് പറഞ്ഞാൽ തിരിച്ചും സ്പോർട്ടിയാണ്. കേൾക്കാനായിട്ട് നല്ല ഇമ്പമുണ്ട്. ഇമ്പെന്ന് മാത്രമല്ല നല്ല രസമുണ്ട്. നമ്മളെ പുഷ് ചെയ്യാനായിട്ട് തന്നെ പ്രേരിപ്പിക്കുന്നുണ്ട്. ഇനി മോഡുകളുണ്ടല്ലോ, എഞ്ചിൻ മോഡുകളുണ്ടല്ലോ, അതായത് ഡ്രൈവ് മോഡുകൾ. ഞാൻ ആ മോഡൊന്ന് മാറ്റാമെന്ന് പറയുമ്പോൾ ഞാനത് നോർമൽ മാറ്റിയിട്ട് സ്പോർട്ടാക്കാം, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ മോഡാക്കാം. ഇൻഡിവിജ്വൽ കസ്റ്റമൈസ് ചെയ്യണം. ഞാൻ കസ്റ്റമൈസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് സ്പോർട്ട് മോഡിലേക്ക് മാറ്റാണ്. സ്പോർട്ട് മോഡിലേക്ക് മാറ്റിയിട്ട് ഞാൻ ഒന്നുകൂടി കാല് കൊടുക്കാം കേട്ടോ. കാല് കൊടുക്കാന്ന് പറയുമ്പോൾ ആ ഒരു ഇത്തിരി കൂടി ക്രിസ്പായി ത്രോട്ടിൽ ഒന്നുകൂടി ഒന്ന് വലിച്ചു കയറി പോകുന്ന ഫീൽ കിട്ടി. അപ്പോൾ എനിക്ക് തോന്നുന്നു നല്ല കുന്തളിപ്പ് കാണിച്ച് ഓടിക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മോഡ് സ്പോർട്ട് മോഡാണ്. പക്ഷേ ഈ ഒരു 2 ലിറ്റർ എഞ്ചിൻ, അതായത് ടർബോ പെട്രോളുകളെ പോലെ, ഏതൊരു ടർബോ പെട്രോളുകളെ പോലെയും ഈ ഒരു എഞ്ചിനും അത്യാവശ്യം ടേസ്റ്റിയാണ്. ടേസ്റ്റി എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മളൊന്ന് കാല് കൊടുത്ത് ഓടിച്ചാൽ ഫ്യൂൽ എഫിഷ്യൻസി ശരിക്കും ഡ്രോപ്പ് ആകും. പക്ഷേ അത്യാവശ്യം നോർമൽ മോഡിൽ ചുമ്മാ വെറുതെ കാല് കൊടുത്ത് തത്തി കളിച്ച് ഓടിക്കുകയാണെങ്കിൽ DSG വേഗം തന്നെ ഷിഫ്റ്റ് ചെയ്ത് 7ാമത്തെ ഗിയറിലെത്തി, അല്ലെങ്കിൽ ആ ഒരു ഹൈ ഗിയറിലെത്തിയിട്ട് നമുക്ക് നല്ലൊരു ഫ്യൂൽ എഫിഷ്യൻസി തരും. ഒരു 2 ഡിജിറ്റ് പ്രതീക്ഷിക്കാം. പക്ഷേ ആ 2 ഡിജിറ്റ് പ്രതീക്ഷിക്കുക എന്ന് പറയുമ്പോൾ ആ 2 ഡിജിറ്റ് നമുക്ക് കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. കാരണം ഫൺ ഫാക്ടർ അത്ര കൂടുതലായതുകൊണ്ട് നമ്മൾ ഫ്യൂൽ എഫിഷ്യൻസി വേണ്ടി ഓടിക്കില്ല. ചുമ്മാ അങ്ങനെ കാല് കൊടുത്തുകൊണ്ടിരിക്കും. ചുമ്മാ കാല് കൊടുക്കാന്ന് പറയുമ്പോൾ ആ ഒരു ചേട്ടൻ ക്രോസ് ചെയ്തോട്ടെ. ചുമ്മാ കാല് കൊടുക്കാമെന്ന് പറയുമ്പോൾ ഞാനൊന്ന് ഡൗൺ ചെയ്തു, 3 ആക്കി, 2ലേക്ക് എത്തി. അയ്യോ, അതുപോലെ ഡൗൺ ഷിഫ്റ്റൊക്കെ ക്യുക്കാണ്. ഡൗൺ ഷിഫ്റ്റ് ക്യുക്കാണെന്ന് പറയാനുള്ള കാര്യം, പാഡ് ഷിഫ്റ്റ് വെച്ചിട്ട് നമുക്ക് വേഗം തന്നെ ഡൗൺ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് ആ ഒരു സെക്കൻഡ് ഗിയർ വരെ എത്തുന്നുണ്ട് എന്നുള്ളതാണ് ആ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ, ഡൗൺ ചെയ്യുമ്പോൾ. അപ്പോൾ ലൈറ്റ്നിങ് ക്യുക്കാണ് ഷിഫ്റ്റ്. കൂടാതെ നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ള എഞ്ചിൻ ഗിയർ ബോക്സ് കോമ്പിനേഷനാണ്. നല്ല ടോട്ടൽ റെസ്പോൺസ് ഉണ്ട്. നല്ല ഒരു രസമുണ്ട് ഓടിക്കാൻ. ഫൺ ഫാക്ടർ ഒരുപാടുള്ള ഒരു വണ്ടി എന്ന് ടിഗ്വാനെ പറയാം. ഇനി ഫൺ ഫാക്ടറിൻ്റെ കാര്യം പറയുമ്പോൾ ഹാൻഡ്ലിങ്ങിൻ്റെ കാര്യം പറയാം. ഹാൻഡ്ലിങ്ങിൻ്റെ കാര്യം ഫോക്സ്വാഗണിൻ്റെ ഒരു വണ്ടികളുടെ സ്വഭാവമാണ് നല്ല ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത്. ഇതും തികച്ചും ആ ഒരു സ്പോട്ടോണാണ്. നമുക്ക് ആ ഒരു ബോഡി റോളോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല. നല്ല ഒരു കോൺഫിഡൻസ് ഒക്കെ തരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ലൈൻ ചേഞ്ച് ചെയ്യുമ്പോഴൊക്കെ ഞാൻ ഒന്ന് ലൈൻ ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഓവർടേക്കാൻ പോകുന്ന വണ്ടിയും ഫോക്സ്വാഗണാണല്ലോ, വെൻഡോ ആണ് കേട്ടോ.
ഒരു പ്രശ്നവും ഇല്ല എന്ന് മാത്രമല്ല, നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ഇങ്ങനെ കൂടി വരും, ആ സ്പീഡ് കൂടും തോറും. അതൊരു നല്ല കാര്യമായിട്ട് പറയാം. എനിക്ക് തോന്നുന്നു ഈ ഒരു കാറ്റഗറിയിൽ എസ് യു വികളിൽ ബോഡി റോഡ് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ എസ് യു വികളുടെ ആയിട്ടുള്ള സ്വഭാവം, നമുക്ക് ആ റോഡ് ഹാൻഡ്ലിംഗ്, റോഡ് മാനേജ്മെന്റ് ഉണ്ടാവും. ഇതൊരു കാർ ലൈക്കായിട്ട് ഓടിക്കാൻ പറ്റിയ ഒരു എസ് യു വി എന്ന് പറയാം. അപ്പോൾ പാടത്തിൻ്റെ മുകളിൽ ആ ഒരു തട്ട് സൗണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ? ഈ തട്ട് സൗണ്ട് എന്ന് പറയുന്നത് ഒരിക്കലും മുമ്പത്തെ ടിഗാൻ ഓൾ സ്പേസ് ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കുറച്ചുകൂടി ഒരു പ്ലഷ് ആണ് റൈഡ് എന്ന് പറയാം. അതായത് 215 പ്രൊഫൈലുള്ള ആ ഒരു ടയർ സൈസ് എന്ന് പറയുന്നത് 18 ഇഞ്ചാണ്. ആ 18 ഇഞ്ചുകളിൽ അത്യാവശ്യം നല്ലൊരു റൈഡ് കംഫർട്ട് ഉണ്ട്, കൂടാതെ നല്ല ഹാൻഡ്ലിങ്ങുമാണ്. ആ ഒരു കാര്യമാണ് പറയുന്നത്. ഈ സ്റ്റിയറിങ്ങിൻ്റെ ഒരു സൈസും അല്ലെങ്കിൽ സ്റ്റിയറിങ്ങിൻ്റെ ഒരു ഫീലും ഫീഡ്ബാക്കും തന്നെ മികച്ചതാണ്. അപ്പോൾ ഒരു ഡ്രൈവേഴ്സ് എസ് യു വി എന്ന് വിളിക്കാവുന്ന, ഒരു ഡ്രൈവേഴ്സ് കോമ്പാക്ട് ക്രോസ് ഓവർ എസ് യു വി എന്ന് വിളിക്കാവുന്ന വണ്ടിയാണ് ടിഗ്വാൻ എന്നുള്ളത് പറയേണ്ടതുണ്ട്. എനിക്ക് ആ ഒരു എഞ്ചിൻ്റെ കൂടിയ നോട്ട് സ്പോർട്ട് മോഡിൽ, അതായത് സ്പോർട്ട് മോഡിൽ തീർത്തും ആ ഒരു റെഡ് ലൈനിലേക്ക് എത്തിച്ച് പിടിച്ചിട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന ആ ഒരു സ്വഭാവം കാണിക്കുന്നുണ്ട്. കൂടാതെ മാനുവൽ മോഡ് കൂടെയാണല്ലോ. അപ്പോൾ ആ ഒരു മാനുവൽ മോഡിൽ ആ ഒരു സൗണ്ട് നമുക്ക് തികച്ചും കാതിനിമ്പം വേകുന്ന ഒരു സുഖമുള്ള സൗണ്ടായി തന്നെ തോന്നുന്നുണ്ട്. അപ്പോൾ ആർക്കാണ് ഈ ഒരു വണ്ടി ചേരുകയെന്ന് ഞാൻ പറയാം. അതായത് ഡ്രൈവിംഗ് ഫീൽ ഇഷ്ടമുള്ള, വണ്ടി ഓടിക്കുക എന്നുള്ളതാണ് മെയിൻ, അല്ലാണ്ട് യാത്ര ചെയ്യാൻ വേണ്ടി മാത്രമല്ല, ഒരു ഫൺ ഫാക്ടർ വേണം, ആസ്വദിക്കണം. അങ്ങനെയുള്ള ആളുകൾക്ക് ചേരുന്ന ഒരു വണ്ടി എന്ന് ടിഗ്വാനെ പറയാം. ഒരു ഡിസപ്പോയിൻമെൻറ്റ് എന്ന് പറയുന്നത് ഫ്യൂൽ എഫിഷ്യൻസിക്കാണെങ്കിലും ആ ഒരു പവർഫുൾ സ്വഭാവമാണെങ്കിലും അല്ലെങ്കിൽ ഓടിക്കാനുള്ള ആ ഒരു ഫൺ ഫാക്ടറൊക്കെ തന്നെയും ഡീസലിന് കുറച്ചും കൂടി കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ട് ഈ ഒരു മുമ്പത്തെ ആ ഒരു 2 ലിറ്റർ എഞ്ചിന്. പക്ഷേ ഈ ഒരു TSI അത്യാവശ്യം സ്പോർട്ടാണ്. ഫ്യൂൽ എഫിഷ്യൻസി മാത്രമാണ് ഇത്തിരി കൺസേൺ ആയിട്ട് എനിക്ക് തോന്നിയത്. ബാക്കിയെല്ലാം നല്ലതാണ്, ഓടിക്കാൻ രസമുണ്ട്, ഓടിക്കാൻ നല്ല ഫൺ ഫാക്ടർ ഉണ്ട്. കൂടാതെ റെവ് ചെയ്യാനായിട്ട് നല്ലോണം പ്രേരിപ്പിക്കുന്ന ഒരു സ്വഭാവം കൂടി വണ്ടി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒന്നുകൂടി കാലെടുക്കുകയാണ്. കാലെടുക്കാൻ പറയുമ്പോൾ മിതമായ ഒന്ന് കാലെടുക്കാം, അതായത് ലൈറ്റായിട്ട് ഓടിക്കാം. ലൈറ്റായിട്ട് ഓടിക്കുക എന്ന് പറയുമ്പോൾ ഏകദേശം 2000 RPM ഓടിക്കുന്നത്. ഈ 2000 RPM S4, അതായത് 4ാമത്തെ ഗിയറിൽ ഞാൻ ഡ്രൈവിലേക്ക് മാറ്റാം. ഡ്രൈവ് മതി, നമുക്ക് മാന്യമായിട്ട് ഓടിക്കാമല്ലോ. അപ്പോൾ മാന്യമായിട്ട് ഓടിക്കുമ്പോൾ പറയേണ്ട കാര്യം കാഴ്ചയെ കുറിച്ച് പറയണം. ഇതിനകത്ത് ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു കാഴ്ചയുടെ ഒരു അവസ്ഥ പറയണം. നല്ല വെളിച്ചമുള്ള അകത്തുള്ളതാണ് പിന്നിൽ പറഞ്ഞു. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല കാഴ്ച തരുന്ന ഒരു സീറ്റിംഗ് പോസ്റ്ററാണ് അല്ലെങ്കിൽ പൊസിഷനാണ് നമ്മൾ ഇരിക്കുന്നത്. കൂടാതെ മിററുകളൊക്കെ അത്യാവശ്യം സൈസ് ഉണ്ട്, പക്ഷേ ഒരിത്തിരി കൂടി വലുതായിരുന്നു നന്നായിരുന്നു തോന്നി. പിന്നെ ബോണറ്റ് കണ്ടുകൊണ്ട് വണ്ടി ഓടിക്കാനുള്ള സ്വഭാവം കൂടി ഒരു ടിഗ്വാൻ ഉണ്ട്. ഈ ടിഗ്വാൻ്റെ പുതിയ 2 ലിറ്റർ TSI ഉണ്ട്. അപ്പോൾ ഞാൻ ഒന്നുകൂടി കാലിടട്ടെ. അപ്പോൾ ഈ ഒരു കാല് കൊടുക്കുമ്പോൾ കൂടുതൽ കാല് കൊടുക്കാൻ പ്രേരിപ്പിക്കുന്ന സ്വഭാവമുള്ള വണ്ടികൾ വളരെ കുറവായിരിക്കും. ആ ഒരു ഗണത്തിൽ ഈ വണ്ടിയെ കാണാം. അതായത് നമുക്ക് എത്ര വേണമെങ്കിൽ കാല് കൊടുത്ത് ഓടിച്ചാലും ആ ഒരു ഇനിയും പുഷ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു വണ്ടി എന്ന് പറയാം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയും ഈ ഒരു കാറ്റഗറിയുള്ള SUV-കളുമായിട്ട് മാത്രം കമ്പയർ ചെയ്യണം. അതായത് ഇപ്പോൾ സിറ്റോൺ C5 എയർക്രോസ് ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ജീപ്പ് കോമ്പസ് അങ്ങനെയുള്ള വണ്ടികളൊക്കെ ആണെങ്കിൽ തോന്നുന്നു ഈ ഒരു ഗണത്തിൽ വരുന്നത് ഏകദേശം 30 ലക്ഷം രൂപയുടെ മുകളിൽ 35 ലക്ഷം രൂപയുടെ ഉള്ളിൽ എക്സ്ഷോറൂം പ്രൈസ് വരുന്ന വണ്ടികളുടെ ഒരു ഗണത്തിലാണ് ഞാൻ പറയുന്നത്. ആ ഒരു ഗണത്തിലാണ് ഞാൻ ഈ ഒരു റെവിൻ്റെ കാര്യമൊക്കെ പറയുന്നത്. നിങ്ങൾ ഒരിക്കലും ഒരു പ്രീമിയം SUV ആയിട്ട് അല്ലെങ്കിൽ ഒരു മെഴ്സിഡീസ് ബെൻസ് അല്ലെങ്കിൽ ഔഡി അങ്ങനെയുള്ള വണ്ടികളൊന്നും കമ്പയർ ചെയ്യരുത്. കാരണം ഇത് MQB പ്ലാറ്റ്ഫോമുള്ള വണ്ടി തന്നെയാണ്. അപ്പോൾ ആ ഒരു കാര്യം പറയുമ്പോൾ ഫോക്സ്വാഗൻ്റെ ഒരു പുതിയ പ്ലാറ്റ്ഫോമാണത്. ആ പ്ലാറ്റ്ഫോമിലാണ് ഇപ്പോൾ സ്കോഡയുടെ പുതിയ കോഡിയാക്ക് അടക്കം ഒരുപാട് വണ്ടികളുള്ളത്. ആ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് ഈ ഒരു ടിഗ്വാനും. അപ്പോൾ കമ്പാരിസൺ ഒരുപാട് റൂമുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു കമ്പാരിസണിലെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ ഒരു കാറ്റഗറി എടുത്തു പറഞ്ഞത്. ഇപ്പോൾ കാർ ലൈക്ക്, അതായത് ഇപ്പോൾ പോളോ ഓടിക്കുന്ന ഒരാൾക്ക് ഒരു SUV-യിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു വണ്ടി ഒരു ഫീൽ ഹോം ആയിരിക്കും. അപ്പോൾ വലിച്ചു കയറി പോകുന്ന ഒരു ഫീൽ തന്നെയാണ് ഈ വണ്ടിയുടെ പ്രത്യേകത. വലിച്ചു കയറി പോകുന്ന ഫീൽ എന്ന് പറയുമ്പോൾ ആ ഒരു സ്പീഡിലേക്ക് എത്തി നമുക്ക് ആ സ്പീഡിൽ ഓൾ ഡേ കൊണ്ടുനടക്കുന്ന ഒരു വണ്ടി എന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പ്രൈസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി പറയേണ്ട 1-2 നെഗറ്റീവുകൾ ഞാൻ ഒന്ന് പറഞ്ഞു. ഡീസൽ ഇല്ല എന്നുള്ളത്. ഡീസൽ എന്ന് പറയുന്നത് ഈ ഒരു SUV ഗണത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫാക്ടറാണ്. നമുക്ക് ഡീസൽ ഇല്ല. അതായത് ഫോക്സ്വാഗൺ വണ്ടിക്ക് ഡീസൽ ഇല്ല, ഫോക്സ്വാഗൺ ഒരു വണ്ടിക്കും ഡീസൽ ഇല്ല ഫോർ ദാറ്റ് മാറ്റർ. പിന്നെ വെന്റിലേറ്റർ സീറ്റിൻ്റെ ഒരു കുറവുണ്ട്. കൂടാതെ വയർലെസ് ചാർജിങ്ങും ഞാൻ കണ്ടില്ല ഇതിനകത്ത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒരു കുറവാണ്. അപ്പോൾ അത്യാവശ്യം വിലയുള്ളൊരു പ്രീമിയം SUV ആണല്ലോ ഇപ്പോൾ ഇത്. അപ്പോൾ ആ ഒരു കുറവുകളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യത്തിലും സ്പോർട്ടായിട്ടുള്ളൊരു പെട്രോൾ വണ്ടി, അതായത് പെട്രോൾ SUV എന്നീ ഒരു ടിഗ്വാനെ പറയാം. അത് തന്നെയാണ് ടിഗ്വാനെ മറ്റുള്ള വണ്ടികളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്. അപ്പോൾ അത്രേ പറഞ്ഞുള്ളൂ. അപ്പോൾ അതുപോലെ ഈ ഒരു വീഡിയോ ഉപയോഗപ്പെടുന്നതിനെ കരുതാൻ അങ്ങനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെല്ല് കൂടി ക്ലിക്ക് ചെയ്യുക, എന്നാലും നോട്ടിഫിക്കേഷൻ ലഭിക്കും. അതുപോലെ ഇൻസ്റ്റാഗ്രാം പേജ്, ഫേസ്ബുക്ക് ലൈക്ക് ഫോളോ ചെയ്യുക. നിങ്ങൾ ലൈക്ക് ഷെയർ ചെയ്യണം തരാം, അറിയാലോ. അപ്പോൾ ഞാൻ ഒന്നുകൂടി ഡൗൺ ചെയ്തിട്ട് ഒന്നും കാല് കൊടുക്കുകയാണ്. അപ്പോൾ അടുത്തതായിട്ട് വീണ്ടും വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.